ഫിസിക്കൽ ട്രെയിനേഴ്സ് അല്ലെങ്കിൽ ജിമ്മിൽ പോണവർ, പിന്നെ ചില ഡോക്ടേഴ്സ് അവർ പറയാറുണ്ട് യോഗ അത്ര നല്ലതല്ല. ഇപ്പോൾ ശീർഷാസനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് പ്രഷർ കൂടും. അപ്പോൾ യോഗ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ജിമ്മിൽ പോയിട്ട് കുറച്ച് വെയിറ്റ് എടുക്കുന്നതായിരിക്കും ബെറ്റർ, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിനെ പറ്റിയുള്ള അഭിപ്രായം? യോഗയും ജിമ്മും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. രണ്ടും നേരെ ഓപ്പോസിറ്റ് ആണെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. പക്ഷെ രണ്ടും ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ പെടുന്നതാണ്. അപ്പോൾ നമ്മൾ യോഗ കാണുന്നത് കൂടുതലും ഈ യൂട്യൂബ് നോക്കിയിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുന്ന കണ്ടിട്ടൊക്കെ വീട്ടിൽ തന്നെ ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ആർക്കൊക്കെ ചെയ്യാൻ പാടില്ല, ഇത് എങ്ങനെ ചെയ്യണം, കറക്റ്റ് പോസ്ചർ ഏതാ, ഇതൊന്നും കറക്ഷൻ ആരും കൊടുക്കുന്നില്ല. അവർ വീട്ടിൽ എന്തോ ചെയ്യുന്നു, വീഡിയോയിൽ കാണുന്നു, അതുപോലെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ശീർഷാസനം പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ പോസ്റ്ററൽ ഹൈപ്പോ ടെൻഷൻ ഉള്ള ഒരാൾക്ക്, വേർട്ടിഗോ ഉള്ള ആൾക്കാർ, ഇവർക്കൊക്കെ ഇത് ചെയ്ത് കഴിയുമ്പം കണ്ടീഷൻ വേഴ്സൺ ആവുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. പിന്നെ ഈ ജിമ്മിൽ പോയിട്ട് ഒത്തിരി മസിൽ ബിൽഡിങ് അല്ലെങ്കിൽ ബോഡി ബിൽഡിങ് ചെയ്യുന്ന ആൾക്കാർ, ഇവർക്ക് ഓൾറെഡി ഒരു ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഒത്തിരി ഹൈറ്റ് ഉള്ള ആൾക്കാർ, അവരുടെ നാച്ചുറൽ ബ്ലഡ് പ്രഷർ നോർമൽ റേഞ്ചിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ഇവർക്ക് ഇതൊരു അൺനാച്ചുറൽ പൊസിഷനാണ്. ഇവരുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വ്യത്യാസം ഉണ്ടാവും, ഇവരുടെ ബിൽട്ട് തന്നെ വേറെയാണ്. ഇപ്പോൾ ശീർഷാസനം എന്ന് പറയുന്നത് ഒരു യോഗയുടെ ഗോളൊന്നും അല്ല. നമ്മളിപ്പോൾ വെറുതെ ഒന്ന് ചമ്രമണിഞ്ഞിരിക്കുന്നതും ഒരു ആസനം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആസനങ്ങൾ നമുക്ക് ചെയ്ത് നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാം. ശീർഷാസനം തന്നെ ചെയ്ത് യോഗ പ്രാക്ടീസ് ചെയ്യണമെന്നൊന്നുമില്ല.